2.63 ദശലക്ഷം. ഇതൊരു വലിയ സംഖ്യയാണ് അല്ലേ? പക്ഷേ ഇത് വെറുമൊരു കണക്കല്ല. തായ്വാനിലെ ഓരോ ആളും ഓരോ ദിവസവും നേരിടുന്ന ഒരു ഡിജിറ്റൽ യുദ്ധത്തിന്റെ ഭീകരമായൊരു കണക്കാണിത്. അപ്പോ എന്താണ് ഈ സംഖ്യയുടെ പിന്നിലെ യഥാർത്ഥ കഥ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓരോ ദിവസവും തായ്വാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ വരുന്ന സൈബർ അറ്റാക്കുകളുടെ ശരാശരി എണ്ണമാണിത്. ഇത് വെറുതെ കുറച്ച് കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്ന പോലെയല്ല കേട്ടോ. ഒരു രാജ്യത്തെ തന്നെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള ഒരു ഡിജിറ്റൽ ഉപരോധമാണിത്. ഓരോ ക്ലിക്കും ഒരു വെടിയുണ്ടേക്കാൾ അപകടകരമായേക്കാവുന്ന ഒരു യുദ്ധം. പക്ഷേ ഈ ആക്രമണങ്ങളുടെ എണ്ണം മാത്രമല്ല നമ്മളെ ഞെട്ടിക്കേണ്ടത്, അതിന്റെ വേഗതയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ വർഷം കൊണ്ട് 113% വർധനവ്. എന്താലേ? ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ യുദ്ധം ശരിക്കും ചൂടുപിടിക്കുകയാണ്, അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശരി, അപ്പോ ഈ സൈബർ അറ്റാക്കുകൾ ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മളൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രം കാണുന്നത് പോലെ. അപ്പോ പിന്നെ എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലൊളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഭീഷണി? ഈ ആക്രമണങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലെ കറന്റ്, ഹോസ്പിറ്റലുകളിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ്, ബാങ്കുകളിലെ നമ്മുടെ പണം. ഒന്നോർത്തു നോക്കൂ, ഒരു ജനതയുടെ സാധാരണ ജീവിതം താറുമാറാക്കാൻ വേണ്ടതെല്ലാം അവരെ ലക്ഷ്യം വെക്കുന്നു. ഇതിനെയാണ് വിദഗ്ധർ ഹൈബ്രിഡ് ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം രണ്ട് കളികളാണ് നടക്കുന്നത്. ഒരു വശത്ത് സൈബർ ലോകത്ത് അറ്റാക്ക് നടക്കുന്നു, അതേസമയം തന്നെ തായ്വാൻ കടലിടുക്കില് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ സൈനികാഭ്യാസം നടത്തുന്നു. അപ്പോ ഈ ഡിജിറ്റൽ ലോകത്തെ പേടിയും യഥാർത്ഥ ലോകത്തെ മിലിറ്ററി പ്രഷറും ഒന്നിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു വെടി പോലും പൊട്ടിക്കാതെ ഒരു രാജ്യത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കാം, അല്ലേ? ചൈനയുടെ ഈ ഒരു വലിയ പ്ലാനിന് ഒരു പേരുണ്ട്. അതാണ് അനക്കോണ്ട സ്ട്രാറ്റജി. എന്തുകൊണ്ടാണ് ഈ പേര് ഇതിനെത്രയധികം ചേരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു അനാക്കോണ്ട എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നതെന്ന് ഓർത്തു നോക്കൂ. അത് ഒറ്റയടിക്ക് കടിക്കുകയല്ല, അല്ലേ? പതുക്കെ പതുക്കെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് അതിനെ കീഴ്പ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് പെട്ടെന്നുള്ളൊരു അറ്റാക്കല്ല. സാവധാനം തായ്വാന്റെ പ്രതിരോധത്തെയും സമ്പദ്വ്യവസ്ഥയെയും മനോവീര്യത്തെയും വരിഞ്ഞു മുറുക്കി തളർത്തുന്ന ഒരു തന്ത്രം. യുദ്ധം ചെയ്യാതെ ജയിക്കുക എന്ന പഴയ ചൈനീസ് തന്ത്രത്തിന്റെ ഒരു പുതിയ പതിപ്പെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ അനാക്കോണ്ടയ്ക്ക് 3 പ്രധാന പിടുത്തങ്ങളുണ്ട്. ഒന്നാമത്തേത് മിലിറ്ററി പ്രഷർ. എപ്പോഴും എയർ, നേവൽ പട്രോളിംഗ് നടത്തി തായ്വാന്റെ റിസോഴ്സസ് തീർക്കുക. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ സൈബർ അറ്റാക്കുകൾ. രാജ്യത്തെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളെല്ലാം തകർത്ത് ഒരുതരം സ്തംഭനാവസ്ഥയുണ്ടാക്കുക. പിന്നെ മൂന്നാമത്തേത് സൈക്കോളജിക്കൽ പ്രഷർ. വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരുതരം നിരാശ പടർത്തുക. ഈ 3 പിടുത്തങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ മുറുക്കം എത്ര വലുതായിരിക്കും? ഇതൊന്നും വെറുമൊരു മിലിറ്ററി സ്ട്രാറ്റജി മാത്രമല്ല കേട്ടോ. ഇത് ബെയ്ജിങ്ങിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുനരേകീകരണം എന്നത് തടയാൻ പറ്റാത്ത ഒന്നാണ്. അത് ചൈനയുടെ ദേശീയ പുനരുജ്ജീവനത്തിന്റെ പ്രധാന ഭാഗമാണെന്ന്. അപ്പോ ഈ ഒരു വിശ്വാസമാണ് ഈ അനാക്കോണ്ട സ്ട്രാറ്റജിക്ക് ഇത്രയധികം ശക്തി കൊടുക്കുന്നത്. അപ്പോ ഇത്രയും വലിയൊരു അനാക്കോണ്ടയെ തായ്വാൻ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അതിനുള്ള ഉത്തരമാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളത്: മുള്ളൻ പന്നി തന്ത്രം. ഇവിടെയാണ് ഈ 2 തന്ത്രങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അനാക്കോണ്ടയുടെ ലക്ഷ്യം പതുക്കെ ശ്വാസം മുട്ടിക്കുകയാണെങ്കിൽ മുള്ളൻ പന്നിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ആ പിടുത്തം അസഹനീയമാക്കുക. എന്നെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് ഒരുപാട് വേദനിപ്പിക്കും എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തുക. അതാണ് പോയിന്റ്. ചൈനയുടെ ഭീമൻ സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ലെന്ന് തൈവാന് നന്നായി അറിയാം. അതുകൊണ്ട് അവർ വേറൊരു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിനെയാണ് അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. അതായത് വലിയ ടാങ്കുകൾക്കും കപ്പലുകൾക്കും പകരം ഒരുപാട് ചെറിയ, വില കുറഞ്ഞ, എളുപ്പത്തിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുക. ലക്ഷ്യം ഒന്നു മാത്രം: ഒരു അധിനിവേശം അങ്ങേയറ്റം ചെലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമാക്കി മാറ്റുക. അതാണ് മുള്ളൻപന്നി തന്ത്രത്തിന്റെ കാതൽ. ഈ മുള്ളൻപന്നിയുടെ മുള്ളുകൾക്ക് 3 ലെയറുകളുണ്ട്. ആദ്യത്തെ ലെയർ കടലിലാണ്. മൊബൈൽ മിസൈലുകളും മൈനുകളും ഉപയോഗിച്ചു വരുന്ന കപ്പലുകളെ തകർക്കുക. രണ്ടാമത്തെ ലെയർ തീരത്താണ്. അവിടെ ഡ്രോൺ കൂട്ടങ്ങളും മറ്റും കാത്തിരിക്കുന്നുണ്ടാകും. ഇനി അതെല്ലാം കടന്ന് അവർ നഗരങ്ങളിൽ എത്തിയാലോ? അതാണ് 3ാം ലെയർ. ഓരോ തെരുവും ഒരു യുദ്ധക്കളമാക്കുന്ന ഗെറില്ല യുദ്ധമുറകൾ. അതായത് ഓരോ സ്റ്റെപ്പിലും ആക്രമിക്കുന്നവർക്ക് വലിയ നഷ്ടമുറപ്പാക്കുക. ഓക്കേ, അപ്പോ എങ്ങനെയെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ അതിലും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട്?
എന്തുകൊണ്ടാണ് ഈ ചെറിയൊരു ദ്വീപ് ഇത്രയും വലിയൊരു ആഗോള സംഘർഷത്തിന് നടുക്കു നിൽക്കുന്നത്? ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം 1949-ലെ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിലാണ്. അന്ന് ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരണം പിടിച്ചപ്പോൾ എതിർവിഭാഗം തായ്വാനിലേക്ക് മാറി. അതുകൊണ്ട് ബെയ്ജിങ്ങിന് ഇന്നും തായ്വാൻ ഒരു വിഘടിച്ച പ്രവിശ്യ മാത്രമാണ്, ചരിത്രത്തിലെ ഒരു പൂർത്തിയാകാത്ത അധ്യായം. 2049ഓടെ അത് പൂർത്തിയാക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പോ എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ വിഷയത്തില് ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ജിയോപൊളിറ്റിക്സ്. തായ്വാന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിയന്ത്രിച്ചാൽ ചൈനയ്ക്ക് പസഫിക് സമുദ്രത്തിലേക്ക് നേരിട്ട് ഒരു വഴി തുറന്നുകിട്ടും. രണ്ടാമത്തേത്, ഒരുപക്ഷെ അതിലും പ്രധാനം, ടെക്നോളജിയാണ്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 90% സെമി കണ്ടക്ടർ ചിപ്പുകളും ഉണ്ടാക്കുന്നത് തായ്വാനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ലാപ്ടോപ്പ്, കാറുകൾ, ഇതിലെല്ലാം ഈ ചിപ്പുകളുണ്ട്. പക്ഷേ ഈ സൈനികവും സാമ്പത്തികവുമായ കാര്യങ്ങൾക്കപ്പുറം വേറൊരു പ്രധാനപ്പെട്ട വശം കൂടിയുണ്ട്. അതാണ് അവിടുത്തെ ആളുകളുടെ ഐഡന്റിറ്റി. തായ്വാനിലെ ഇപ്പോഴത്തെ ഭൂരിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്വയം ചൈനക്കാരായിട്ടല്ല കാണുന്നത്, മറിച്ച് തായ്വാനീസായിട്ടാണ്. അവർക്ക് അവരുടേതായ ഒരു ഡെമോക്രാറ്റിക് ഐഡന്റിറ്റിയുണ്ട്. ഈ ഒരു വ്യത്യാസം കാരണം സമാധാനപരമായൊരു ഒത്തുതീർപ്പെന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുകയാണ്. അപ്പൊ നോക്കൂ, ഒരു വശത്ത് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന അനക്കൊണ്ട, മറുവശത്ത് വേദനിപ്പിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന മുള്ളൻ പന്നി. ഈ ഒരു പുതിയ തരം യുദ്ധത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് പറഞ്ഞാൽ? ഇവിടെയാണ് മുള്ളൻ പന്നി തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. അതിന്റെ ലക്ഷ്യം ഒരു യുദ്ധം ജയിക്കുക എന്നതിനേക്കാൾ ഒരു യുദ്ധം ഉണ്ടാകാതെ നോക്കുക എന്നതാണ്. അതായത്, ഒരു അറ്റാക്കിന് വരുന്ന നഷ്ടം, അത് സൈനികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും, അതിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തേക്കാൾ വളരെ വലുതാണെന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തുക. ഇതിനെയാണ് ഡിറ്ററൻസ് ബൈ ഡിനയൽ എന്നു പറയുന്നത്. അതുകൊണ്ട് അവസാനം ഈയൊരു ചോദ്യം ബാക്കിയാവുന്നു: ഹൈബ്രിഡ് ഭീഷണികളും സൈബർ അറ്റാക്കുകളും വ്യാജവാർത്തകളുമൊക്കെ യുദ്ധത്തിന്റെ ഭാഗമായ ഈ പുതിയ കാലത്ത് എന്താണ് ഒരു യുദ്ധത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥാർത്ഥം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ തായ്വാന്റെ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിന്റെ തന്നെ ഭാവിയെ നിർണയിച്ചേക്കാം. നമസ്കാരം. നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന വലിയ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് ഇന്നത്തെ ചർച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അപ്പോ എന്തായിരിക്കും ഉത്തരം? പലരും വിചാരിക്കുന്നത് പോലെ അത് എണ്ണയൊന്നുമല്ല, അത് സിലിക്കണാണ്. അതെ, നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ ലോകം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഈ ഒരൊറ്റ സാധനത്തിന്റെ മുകളിലാണ്. നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത് സെമി കണ്ടക്ടറുകളുടെ ലോകത്തിലേക്കാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന കുഞ്ഞൻ തലച്ചോറുകൾ എന്ന് വേണമെങ്കിൽ ഇവയെ വിളിക്കാം. ഈ കുഞ്ഞൻ തലച്ചോറുകൾക്കുള്ളിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുണ്ട്. സത്യത്തിൽ ഇവയാണ് നിങ്ങളുടെ ഫോൺ മുതൽ വലിയ ഡാറ്റാ സെന്ററുകളിൽ വരെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഈയൊരു സാധനം ആരാണ് ശരിക്കും നിയന്ത്രിക്കുന്നത്? കേട്ടാൽ നിങ്ങൾക്കൊരു പക്ഷെ അത്ഭുതം തോന്നാം. ഇതിന്റെ ആഗോള കുത്തക ഒരു കൊച്ചു ദ്വീപിന്റെ കയ്യിലാണ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് തായ്വാനെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെമികണ്ടക്ടർ ചിപ്പുകളുണ്ടല്ലോ, അതിന്റെ 90% കൂടുതലും ഉണ്ടാക്കുന്നത് തായ്വാനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. തായ്വാൻ ഈയൊരു നിലയിലെത്താൻ കാരണം അവരുടെ ഒരു പ്രത്യേക ബിസിനസ് രീതിയാണ്. അതിനെയാണ് പ്യുർ പ്ലേ ഫൗണ്ടറി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ കമ്പനിയായ TSMC ആണ് ഇത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത്. സംഭവം സിമ്പിളാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. സ്വന്തമായി ചിപ്പ് ഡിസൈൻ ചെയ്ത് ആരുമായും മത്സരിക്കാൻ അവർ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും അവരെ വിശ്വസിക്കാം. ഈയൊരു വ്യാവസായിക ശക്തി ശരിക്കും പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സിലിക്കൺ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നോ? കാരണം തായ്വാനിലെ ഈ ഫാക്ടറികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയും. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ആ കൊച്ചുദ്വീപിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചം. അപ്പം ഈ ഒരു മുൻതൂക്കം നിലനിർത്താൻ മാത്രമല്ല, അത് കൂട്ടാനും കൂടിയാണ് അവർ ശ്രമിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ? അവിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ടെക്നോളജി മുന്നേറ്റത്തിലൂടെയാണ് അവരത് സാധിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 2 നാനോമീറ്ററിലേക്കുള്ളൊരു ഓട്ടത്തെക്കുറിച്ചാണ്. TSMCയുടെ ആ ഒരു കുതിപ്പ് എത്ര വലുതാണെന്ന് നോക്കിക്കേ. 2021 5 നാനോമീറ്ററിൽ തുടങ്ങിയ അവർ ഇപ്പോഴിതാ 2026 2 നാനോമീറ്റർ ചിപ്പുകളുടെ വലിയ തോതിലുള്ള ഉത്പാദനം തുടങ്ങാൻ പോവുകയാണ്. അതായത് അവരുടെ എതിരാളികളെക്കാൾ ഏകദേശം 3 മുതൽ 5 വർഷം വരെ മുന്നിൽ. ഇതിലെ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ ഡിസൈനിലാണ്. പഴയ രീതി, നമ്മൾ ഫിൻഫെറ്റ് എന്ന് പറയുന്നത്,
കറണ്ടിനെ 3 വശത്തു നിന്നും മാത്രമേ നിയന്ത്രിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറണ്ട് എപ്പോഴും ലീക്കായി പോവും. പക്ഷേ ഈ പുതിയ GAFET രീതിയിലോ കറണ്ട് പോകുന്ന ചാനലിനെ 4 വശത്തു നിന്നും ഒരു ഷീറ്റ് പോലെ പൊതിയും. അതുകൊണ്ട് കറണ്ടിന്റെ മുകളിൽ ഒരു പൂർണ്ണ നിയന്ത്രണം കിട്ടും. ഒരു തുള്ളി ഊർജം പോലും പാഴായി പോവില്ല. അപ്പോൾ ചിപ്പ് ഡിസൈൻ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ കാര്യമാണ്. അവർക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ അതേ പവർ ഉപയോഗിച്ച് 15% വരെ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ അതേ സ്പീഡിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ 30% വരെ പവർ ലാഭിക്കാം. അതായത് ബാറ്ററി ലൈഫ് കൂടും. ഇതൊരു വൻ നേട്ടമാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. അടുത്ത വലിയ മുന്നേറ്റം വരാൻ പോകുന്നത് 2026ന്റെ അവസാനത്തോടെയാണ്. അവർ ചിപ്പിനകത്തെ പവർ കൊടുക്കുന്ന വയറുകളെയും ഡേറ്റ കൈമാറുന്ന വയറുകളെയും തമ്മിൽ വേർതിരിക്കും. ഇത് കാര്യക്ഷമത വീണ്ടും കൂട്ടും. അപ്പോൾ സ്വാഭാവികമായും ഈ ടെക്നോളജിയുടെ ഭാവിക്ക് വേണ്ടി ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ രംഗത്തെ പ്രധാന കളിക്കാരെ ഒന്ന് നോക്കാം. ഇതൊരു ഒറ്റ കമ്പനിയുടെ മാത്രം കളിയല്ല, അതോർക്കണം. ഇതൊരു ആഗോള ഇക്കോസിസ്റ്റമാണ്. അമേരിക്കയിലുള്ള NVIDIA ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച AI ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഈ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരേയൊരു മെഷീൻ ഉണ്ടാക്കുന്നത് നെതർലാൻഡ്സിലെ ASML എന്ന കമ്പനിയാണ്. അതുപോലെ സാംസങ്ങും ഇന്റലുമൊക്കെ ഈ മത്സരത്തിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഗോള കൂട്ടായ്മയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് നിർമ്മാണ രംഗത്താണ്. TSMC, സാംസങ്, പിന്നെ ഇന്റൽ ഇവർ തമ്മിലൊരു ത്രികോണ മത്സരമാണ്. ആരാദ്യം 2 നാനോമീറ്റർ പ്രൊഡക്ഷൻ ഏറ്റവും മികച്ച രീതിയിൽ തുടങ്ങും എന്നതിലാണ് ആ മത്സരം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം മൈക്രോസ്കോപ്പിക്കായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊക്കെ നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? 2026 ആകുമ്പോഴേക്കും ഈ അഡ്വാൻസ്ഡ് ചിപ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഡേറ്റാ സെന്ററുകൾ, ഇലക്ട്രിക് കാറുകൾ, നമ്മുടെ ആരോഗ്യരംഗം, പ്രതിരോധം, അങ്ങനെ എല്ലാ നിർണായക മേഖലകളെയും മുന്നോട്ട് നയിക്കുന്നത് ഈ ചിപ്പുകളായിരിക്കും. അപ്പോൾ ഈ 2 നാനോമീറ്റർ ടെക്നോളജി നിങ്ങൾക്ക് നേരിട്ട് എന്തു ഗുണമാണ് തരുന്നത്? ഒന്നാമതായി, ദിവസങ്ങളോളം ചാർജ് നിൽക്കുന്ന സ്മാർട്ട് ഫോണുകൾ. രണ്ടാമതായി, ഇന്റർനെറ്റോ ക്ലൗഡോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിൽ തന്നെ അതിവേഗം പ്രവർത്തിക്കുന്ന AI. പിന്നെ കനം കുറഞ്ഞതും കൂടുതൽ ശക്തമായ ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും. പോരാത്തതിന് AI സേവനങ്ങളൊക്കെ കൂടുതൽ വില കുറഞ്ഞതും വേഗതയേറിയതുമാവും. ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് എത്തിക്കുന്നത്. നമ്മുടെ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരൊറ്റ സാങ്കേതിക വിദ്യ, അതിന്റെ ഭാവി ആരുടെ കയ്യിലായിരിക്കണം? ഒരു രാജ്യത്തിന്റെയോ അതോ 1-2 കമ്പനികളുടെയോ? ഇതൊരു വലിയ ചോദ്യമാണ്. അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.